നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെസ്സ് തരുന്ന ആ ഒരു കാര്യം എന്താണ്? അതുപോലെ തന്നെ യൂണിവേഴ്സിന് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളെ ഈ ഒരു സമയം അറിയിക്കാനുള്ളത്? എന്താണ് യൂണിവേഴ്സിൻ്റെ ആ ഒരു മെസ്സേജ് എന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം ഗൈഡൻസായി എടുക്കുക. അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വേൾഡ്, നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി കണ്ടിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു നിശ്ചയദാർഢ്യം നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അത്രയും ഉറപ്പുണ്ടായിരുന്ന ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭൂരിഭാഗം വ്യക്തികൾക്കും ഇത് അവരുടെ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം. അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഉണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ പാർട്ട്ണറിൽ നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റിസീവ് ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് അത് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അവിടെ എന്തോ ഒരു ഡിസ്ഹോണസ്റ്റി ഉണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നു. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം. ഇപ്പോൾ ഒറ്റ വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിശ്വാസത്തോടെ കോൺഫിഡൻസോടെ കണ്ടിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വിശ്വാസക്കുറവ് സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളൊരു തോന്നൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു അവസരത്തിൽ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ടെമ്പറൻസ് എനർജിയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ബാലൻസിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. പക്ഷേ അതിനായിട്ട് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു പേഷ്യൻസ് എനർജിയിൽ സമചിത്തതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു ട്രസ്റ്റ് ദ ഡിവൈൻ ടൈം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് ബോണ്ടിങ്ങിനായിട്ട് ഏഞ്ചൽ നമ്പർ 333 കമൻറ്റ് ചെയ്യുക.